മന്നാ പ്രതിദിനമന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. കൂട്ടായ്മയ്ക്കായി വരുന്ന ദൈവം. ഉൽപ്പത്തി 18:1. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം അകലെയിരിക്കുന്ന ഒരാളല്ല. അവൻ മനുഷ്യനോടൊപ്പം വസിക്കാൻ, മനുഷ്യനോട് സംസാരിക്കാൻ, മനുഷ്യനോട് കൂട്ടായ്മ നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി 18:1 ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വലിയ യാഗവേദിയിലാണോ? അല്ല. ഒരു ആരാധനാലയത്തിലാണോ? അല്ല. പക്ഷേ കൂടാരവാതിൽക്കലാണ്. ദൈനംദിന ജീവിതത്തിന്റെ നടുവിലാണ്. ഈ കൂട്ടായ്മയിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായി ദൈവം കൂട്ടായ്മയ്ക്കായി വരുന്നു എന്നതാണ്. കൂട്ടായ്മ ദൈവത്തിന്റെ ആശയമാണ്. കാരണം യഹോവ പ്രത്യക്ഷനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിളിച്ചതല്ല, ദൈവം തന്നെയാണ് അവനെ സമീപിച്ചത്. ഇതാണ് കൃപ. മനുഷ്യൻ ദൈവത്തെ തേടുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനെ തേടി വരുന്നു. ഇന്നും ദൈവം തന്റെ വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കൂട്ടായ്മ നമ്മുടെ ശ്രമമല്ല, നമ്മോടുള്ള ദൈവത്തിന്റെ ക്ഷണമാണ്. ദൈവം ഇന്നും കൂട്ടായ്മയ്ക്കായി ക്ഷണിക്കുകയാണ്. രണ്ടാമതായി, ദൈവം വരുന്ന സ്ഥലം നമ്മുടെ ജീവിതത്തിന്റെ നടുവിലാണ്. അതായത് നമ്മൾ വായിക്കുന്നത് മമ്രയുടെ തോട്ടത്തിൽ പ്രത്യക്ഷനായി. അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയാണ്. ദൈവം വന്നത് ഒരു രാജകൊട്ടാരത്തിലല്ല, ഒരു യാഗപീഠത്തിന്റെ മുമ്പിലല്ല, പക്ഷേ കൂടാരവാതിൽക്കലാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ താല്പര്യമുള്ളവനാണ്. നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രയാസവേളകൾ എല്ലാം അവൻ കാണുന്നു. ദൈവം ഞായറാഴ്ചയുടെ ദൈവം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ കൂടാരത്തിലേക്ക് വരുന്ന ദൈവമാണ്. രണ്ടാമതായി, ദൈവം വരുന്ന സമയം അബ്രഹാമിന്റെ ക്ഷീണ സമയത്താണ്. അതായത് പകൽ ചൂടുള്ള സമയത്ത്. അത് വിശ്രമിക്കേണ്ട സമയമായിരിക്കും. അത് ക്ഷീണം കൂടിയ സമയമാണ്. അത് ഒന്നും ചെയ്യാൻ മനസ്സില്ലാത്ത ഒരു സമയമാണ്. അങ്ങനെ ഒരു സമയത്താണ് ദൈവം വന്നത്. മനുഷ്യൻ തളർന്നിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും ആവശ്യമുള്ളത്. ഇന്നും നാം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് തളരുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുവാൻ വന്നിരിക്കുന്നു. നാലാമതായി, ദൈവം വരുന്നത് നമ്മളുമായി ഒരു ബന്ധത്തിനായിട്ടാണ്, കേവലം സന്ദർശനത്തിന് മാത്രമല്ല. ദൈവം വന്നത് ആദ്യം വാഗ്ദാനം പറയാനല്ല, ആദ്യം ഒരു വിധി പ്രഖ്യാപിക്കുവാനല്ല, ആദ്യം കൂട്ടായ്മയ്ക്കായിട്ട്. കൂട്ടായ്മയ്ക്ക് വന്ന ശേഷമാണ് സാറായ്ക്ക് ഇസ്ഹാക്കിന്റെ വാഗ്ദാനം നൽകിയത്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് മുമ്പ് ദൈവ സാന്നിധ്യമാണ് ആദ്യം വരുന്നത്. അഞ്ചാമതായി, ഇന്നത്തെ വെല്ലുവിളി, നമ്മുടെ കൂടാരവാതിൽ നമ്മൾ ദൈവത്തിനായി തുറന്നിട്ടിട്ടുണ്ടോ? ദൈവം വരുന്നു, പക്ഷെ ചോദ്യം ഇതാണ്, നാം നമ്മുടെ ദൈവത്തിന്റെ വരവ് ശ്രദ്ധിക്കുന്നുണ്ടോ? നാം നമ്മുടെ ദൈവത്തിനായി സമയമെടുക്കുന്നുണ്ടോ? നാം നമ്മുടെ ദൈവത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? വെളിപ്പാട് 3:20 പറയുന്നത് പോലെ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദൈവം ബലം പ്രയോഗിച്ച് കടന്നു വരില്ല, അവൻ കൂട്ടായ്മയ്ക്കായി കാത്തിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കൂട്ടായ്മയ്ക്കായി വരുന്ന ദൈവം ഇന്നും നമ്മുടെ ജീവിത വാതിൽക്കൽ നിൽക്കുകയാണ്. അവൻ തേടുന്നത് വലിയ കഴിവിലല്ല, വലിയ യോഗ്യതയല്ല, തുറന്ന ഹൃദയമാണ്. ഇന്ന് നമുക്ക് തീരുമാനിക്കാം, കർത്താവേ, എന്റെ കൂടാരവാതിൽ നിനക്കായി ഞാൻ തുറന്നിരിക്കുന്നു, വന്ന് എന്റെ ജീവിതത്തിൽ വസിക്കണം. ദൈവത്തിന് കൂടുതൽ സന്തോഷകരമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? നാം അവനെ വണങ്ങി ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണോ? അതോ ദൈവത്തിന് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അവന്റെ പാദങ്ങളെ നമ്മൾ കഴുകുന്നതാണോ? ദൈവം അബ്രഹാമിന്റെ അടുക്കലേക്ക് അവന്റെ തലത്തിലും മനുഷ്യരൂപത്തിലും വന്നു. അവൻ ഈ രീതിയിൽ വന്നതിനാൽ അവനും അബ്രഹാമിനും സുഹൃത്തുക്കളാകുവാൻ കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കും. ഈ അധ്യായത്തിൽ
ഒരു മതപരമായ ആരാധനയോ മതപരമായ ഒരു ഭയമോ ഇല്ല. കേവലം മധുരകരമായ ഒരു സ്നേഹബന്ധം മാത്രമാണ്. എത്ര മനോഹരമാണ്! നാം എല്ലാവരും ഈ വിധത്തിൽ ദൈവത്തെ അനുഭവമാക്കേണ്ടതുണ്ട്. കർത്താവ് ഒരു പ്രിയ സുഹൃത്തെന്ന പോലെ നമ്മുടെ അടുക്കൽ വരികയും കർത്താവുമായി ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ, അബ്രഹാമിന്റെ സ്നേഹിതനെ പോലെ അവനുമായി ആശയവിനിമയം നടത്തുവാൻ, നമ്മുടെ മാനുഷിക തലത്തിലേക്ക് കർത്താവ് നമ്മെ സന്ദർശിക്കുവാൻ വരുന്ന അനുഭവത്തെയാണ് ഞാൻ പറഞ്ഞത്. ഈ അനുഭവം നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവത്തോടു കൂടെയുള്ള ആ കൂട്ടായ്മ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാം അനുഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയുടെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ, വസിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.